കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിഷയം ചിന്തിക്കുകയാണ്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കരുത്. ആ വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വീഴ്ചയ്ക്കുള്ള ഒരു കാരണമാണ് ഹൃദയത്തിലെ വിചാരത്താലുള്ള അഹങ്കാരം. ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും വലിയ ദോഷമാണ് അത്. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് വിളിക്കുന്നില്ല. ശൗലിനെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ കാഴ്ചയ്ക്ക് എളിയവനായിരുന്നു, അതുകൊണ്ടാണ് ഇസ്രായേലിന് പ്രഭുവായിട്ട് നിന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് വചനം പറഞ്ഞിരിക്കുന്നു, എളിയവരോടാണ് കർത്താവ് സദ്വർത്തമാനം അറിയിക്കുന്നത്. എളിയവൻ എന്ന് പറഞ്ഞാൽ തനിക്ക് തന്നെ ബലമില്ലാത്തവനായി തോന്നുന്നവനും, തനിക്ക് തന്നെ ജ്ഞാനം ഇല്ലാത്തവനായി തോന്നുന്നവനും, തനിക്ക് തന്നെ കുലഹീനനായി തോന്നുന്നവനുമാണ്. ഇങ്ങനെയൊരു ഹൃദയാവസ്ഥ മനുഷ്യന് ഉണ്ടാകുമ്പോഴാണ് സുവിശേഷം ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം എഴുതുമ്പോൾ പറയുന്നത്, ലോകപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതും കുലീനന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായതും ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതും ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ നിലനിൽക്കട്ടെ. മനുഷ്യൻ്റെ എളിമ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യനിൽ ജഡത്തിൻ്റെ സ്വാധീനത വർദ്ധിക്കുമ്പോൾ, ജാതീയത വർദ്ധിക്കുമ്പോൾ അഹങ്കാരം വർദ്ധിക്കുന്നു. ഹൃദയവിചാരത്തിൽ അഹങ്കാരം വന്നാൽ തനിക്ക് തന്നെ ജ്ഞാനിയായിട്ടും താൻ തന്നെ ബലമുള്ളവനായിട്ടും താൻ കുലീനനായിട്ടും മനുഷ്യന് തോന്നും. അതിന് നമുക്കൊരു ഉദാഹരണം പഠിക്കാം. താൻ ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തൊക്കെ ചെയ്യണം എന്ന് രാജാവ് ഹാമാനോട് ചോദിച്ചപ്പോൾ, തന്നെ അല്ലാതെ വേറെ ആരെയാണ് രാജാവ് ബഹുമാനിക്കുന്നത് എന്ന് ഹൃദയത്തിൽ അഹങ്കരിച്ച് അനവധി കാര്യങ്ങൾ തനിക്കായി ചോദിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവൻ മൊർദെഖായിക്ക് രാജാവിൻ്റെ കൽപ്പനപ്രകാരം ചെയ്തു കൊടുക്കേണ്ടി വന്നു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയുടെ ഉത്തമ ഉദാഹരണമാണ് ഇത്. അതുപോലെ തന്നെ മശിഹ എവിടെ വന്ന് ജനിക്കുമെന്ന് ചോദ്യത്തിന് പ്രമാണത്തിൽ ഉത്തരമുണ്ട്. ബേത്ലഹേം പട്ടണത്തിൽ ദാവീദിൻ്റെ കുലത്തിൽ വന്ന് ജനിക്കുമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ദാവീദിൻ്റെ രാജകുടുംബത്തിൽപ്പെട്ട കുലീനന്മാരും ശ്രേഷ്ഠന്മാരും തങ്ങളുടെ ഭവനത്തിൽ വന്ന് മശിഹ ജനിക്കുമെന്നുള്ള ആശയോടെ അവരെ തങ്ങളുടെ കന്യകമാരെ അതിനുവേണ്ടി ഒരുക്കിയിരുന്നു. എന്നാൽ അവർക്കാർക്കും അത് ലഭിച്ചില്ല. ലഭിച്ചത് മറിയ എന്ന ഒരുവൾക്കാണ്. അവളാണെങ്കിൽ ഒരു സാധുവുമായിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്ന ഏവരെയും ചിതറിച്ചതിനു ശേഷം എളിയവളായ മറിയയ്ക്ക് അത് കൊടുത്തു. ഇസ്രായേൽ ജനത്തിനുള്ള ഒരു അഹങ്കാര ചിന്താഗതിയാണ് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ് എന്നുള്ളത്. ഞങ്ങൾ ഇന്നുവരെ ആർക്കും അതുകൊണ്ട് അടിമയായിരുന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് അവരോട് സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ച് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഹൃദയം കൊണ്ട് പറയുവാൻ തുനിയരുത്. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. അബ്രഹാമിന് സന്തതി വാസ്തവത്തിൽ ആദ്യം ജനിക്കുന്നത് ഇശ്മായേലാണ്. ഇശ്മായേലായിരിക്കും അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, നിനക്ക് ജനിക്കാൻ പോകുന്ന മകൻ ഇസഹാക്ക് ആയിരിക്കും വാഗ്ദത്ത സന്തതി. അവൻ ആയിരിക്കും അവകാശി. കാലം മാറി വന്നു. ഇസഹാക്കിന് 2 പുത്രന്മാർ ഉണ്ടായി. മൂത്തവനായിരിക്കും അവകാശി എന്ന് വിചാരിച്ചു വന്നു. എന്നാൽ ജ്യേഷ്ഠാവകാശം അവൻ അലക്ഷ്യമാക്കിയതുകൊണ്ട് അവൻ ആ സ്ഥാനത്തു നിന്ന് നീങ്ങിപ്പോയി. അത് യാക്കോബിന് ലഭിച്ചു.
അതിനുശേഷം യാക്കോബിൻ്റെ മക്കളിലേക്ക് വന്നപ്പോൾ ആദ്യജാതനായിരിക്കുന്ന രൂബേനായിരിക്കും അവകാശി എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ അപ്പൻ്റെ ശയ്യ മലിനമാക്കിയതുകൊണ്ട് ആ സ്ഥാനം ജോസഫിന് കൊടുത്തു. ജോസഫിൻ്റെ മക്കൾക്ക് ജ്യേഷ്ഠാവകാശം കൊടുത്തതോടുകൂടി അതിൽ കൂടിയായിരിക്കും വാഗ്ദത്ത സന്തതി വരുന്നത് എന്ന് അവർ വിചാരിച്ചു. എന്നാൽ ജോസഫിൻ്റെ മക്കൾ ആ സ്ഥാനത്ത് നിലനിൽക്കാഞ്ഞത് നിമിത്തമായി അത് യഹൂദയ്ക്ക് കിട്ടി. ആ ഗോത്രത്തിൽ നിന്നാണ് കർത്താവ് ഉദിച്ചത്. ഇതെല്ലാം ചരിത്രത്തിൽ വേദപുസ്തകത്തിൽ ഉണ്ടായിരിക്കെ കർത്താവ് വീണ്ടും ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, അബ്രഹാം ഞങ്ങളുടെ പിതാവ് എന്ന്, ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ആരും ഹൃദയം കൊണ്ട് അഹങ്കരിക്കേണ്ട. കാരണം ഇതുവരെ തുടർന്ന് വന്നതുപോലെ ഇശ്മായേൽ ആയിരിക്കും, ഏശാവ് ആയിരിക്കും, ജോസഫിൻ്റെ മക്കൾക്കായിരിക്കും അവകാശം എന്ന് പറഞ്ഞ് അവർ ഹൃദയത്തിൽ അഹങ്കരിച്ചു. അവർ അതിൽ നിലനിന്നില്ല എന്നുള്ളതുപോലെ തന്നെ നിങ്ങളും അഹങ്കരിക്കേണ്ട. കാരണം നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെങ്കിലും ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. 99 വയസ്സിൽ വാഗ്ദത്തവും 100 വയസ്സിൽ അബ്രഹാമിന് ഒരു കുഞ്ഞിനെ നൽകുവാൻ കഴിവുള്ളവൻ ഇശ്മായേലിനെ നീക്കി, ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയതുകൊണ്ട് ഏശാവിനെ നീക്കി, അപ്പൻ്റെ കിടക്ക മലിനമാക്കിയതുകൊണ്ട് രൂബേൻ്റെ ജ്യേഷ്ഠാവകാശം മാറ്റി, ജോസഫിനെയും മക്കളെയും തിരഞ്ഞെടുത്തു. അവർ ആ ഉത്തരവാദിത്വം കാണിക്കാത്തതു നിമിത്തം അത് അവരിൽ നിന്ന് എടുത്ത് യഹൂദയ്ക്ക് കൊടുത്തു. വീണ്ടും ഇസ്രായേലിൽ രക്ഷ നിൽക്കാതെ ലോകത്തിലേക്ക് രക്ഷ അയച്ചതിനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഹൃദയം കൊണ്ട് നിഗളിക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉളവാക്കുവാൻ കഴിയും. അങ്ങനെ കർത്താവ് പറഞ്ഞതിൻ്റെ നിവൃത്തിയാണ് ഈ അന്ത്യകാലത്ത് ഗോത്രങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും നാശയോഗ്യരായിരുന്നവരെ എടുത്ത് കർത്താവിൻ്റെ മക്കളാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജാതികളിൽ നിന്ന് എടുത്ത ജനത്തോട് കർത്താവ് വീണ്ടും പറയുകയാണ്, അവിശ്വാസത്താൽ അവരെ വെട്ടിക്കളഞ്ഞു എങ്കിലും നീ ഞെളിയാതെ ഭയപ്പെടുക. കാരണം സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഇത്രയും ചെയ്ത ദൈവത്തിന് നിന്നെ നീക്കിക്കളഞ്ഞതിന് ശേഷം മറ്റൊരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, വിചാരത്തിലെ അഹങ്കാരത്തെ കളയുക. കർത്താവിന് ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ആവശ്യം. എങ്ങനെയുള്ളവരെ? വിളിച്ചപ്പോൾ എങ്ങനെ എളിയവനായിരുന്നുവോ അതേ അവസ്ഥയിൽ തന്നെ ജീവകാലം മുഴുവനും ആയിരിക്കുക എന്നുള്ളത്. അവനാണ് സാക്ഷാൽ ഇസ്രായേലിൻ. അവനിൽ കൂടിയാണ് ദൈവം തൻ്റെ ഇഷ്ടവും ഉദ്ദേശവും നിറവേറ്റുന്നത് എന്ന് നമുക്കും അപ്രകാരം തന്നെ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കാതെ കൃപയാൽ നിലനിൽക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ വിളിച്ചപ്പോൾ എപ്രകാരം നമുക്ക് താഴ്മയുണ്ടായിരുന്നുവോ ആ താഴ്മ അവസാനത്തോളം ദൈവഭയത്തോടെ കാത്തു സൂക്ഷിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പഠനം നാം നിർത്തുകയാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.